കോഴികൾക്ക് വലിയ പാത്രങ്ങളിലാണ് നിങ്ങൾ വെള്ളം കൊടുക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങളൊന്ന് കൊടുത്തു നോക്കുക കേട്ടോ. ഇങ്ങനെ കൊടുത്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, കൂട് പെട്ടെന്ന് അഴുക്കാവില്ല. കൂട് അഴുക്കാവുന്ന സമയത്താണ് ഭയങ്കരമായിട്ട് സ്മെല്ലും അതുപോലെ ഈച്ചശല്യമൊക്കെ ഉണ്ടാവുന്നത്. കൂട് എങ്ങനെ അഴുക്കാവുക? കോഴികൾ വെള്ളം തട്ടിമറിക്കും അല്ലേ? അപ്പം ഈ ഒരു ബോട്ടിൽ കൊടുക്കുന്ന സമയത്ത് കോഴികൾ വെള്ളം തട്ടിമറിക്കില്ല കേട്ടോ. രണ്ടാമത്തെ കാര്യം, വെള്ളം പെട്ടെന്ന് അഴുക്കാവില്ല. വലിയ പാത്രങ്ങളിലൊക്കെ കൊടുക്കുന്ന സമയത്ത് കോഴികൾ അതിൽ കയറി നിൽക്കും. അവരുടെ കാലിലെ അഴുക്ക് മുഴുവനും ആ ഒരു വെള്ളത്തിലാവും. ആ ഒരു വെള്ളം തന്നെ അവർ കുടിക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും. അതും ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. പിന്നെ ഇതുപോലെയുള്ള ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്കും നമുക്ക് ഇതുപോലെ വെള്ളം കൊടുക്കാം കേട്ടോ. ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ പാത്രങ്ങളിൽ വെള്ളം കൊടുത്താൽ അവർ കൂട് പെട്ടെന്ന് അഴുക്കാക്കും. അതുപോലെ അസുഖങ്ങൾ വരും. വെള്ളത്തിലൊക്കെ വീണ് ചത്തുപോകാനും സാധ്യത കൂടുതലാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു അടപ്പ് എവിടെ നിന്നാണ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക എന്നുള്ളത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഈ ഒരു അടപ്പെല്ലാം ഞാൻ കോഴിക്കോട് നിന്നാണ് വാങ്ങിയത്. അപ്പം കോഴിക്കോട് താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മിഠായി തെരുവിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അവിടുത്തെ ഷോപ്പിൽ കയറി നോക്കുക. അതായത് ഏതെടുത്താലും 10 രൂപ 5 രൂപ എന്നൊക്കെ പറയുന്നൊരു ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു അടപ്പ് കിട്ടും കേട്ടോ. ഇതിൻ്റെ വില വന്നിട്ട് 10 രൂപയാണ്. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. പിന്നെ ആ ഒരു അടപ്പിൻ്റെ കൂടെ ഈ ഒരു ബോട്ടിൽ കിട്ടില്ല കേട്ടോ. ഈ ഒരു ബോട്ടിൽ എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുന്നതാണ്. അതായത് പെപ്സി, 7up, മിറണ്ട അങ്ങനത്തെ ഓരോ ബോട്ടിലുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഞാൻ എടുത്തു വെച്ചതാണ്. ഈ ഒരു അടപ്പിൻ്റെ വീഡിയോ ഞാൻ ഇട്ട സമയത്ത് എനിക്കതിൽ 2-3 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വെള്ളം കൊടുക്കുക എന്നുള്ളത്. പിന്നെ അവർ വെള്ളം കൊടുക്കുന്നുണ്ട്, പക്ഷെ വെള്ളം മറിഞ്ഞു പോവുക. അപ്പം ഇന്നത്തെ വീഡിയോ അവർക്കുള്ളതാണ്. ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെയാണോ ഈ ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് എൻ്റെ കോഴികൾക്ക് വെള്ളം കൊടുക്കുന്നത് അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കും സംഭവിച്ചതാണ്. ഞാനും ഈ ഒരു അടപ്പ് വാങ്ങി കോഴികൾക്ക് വെള്ളം കൊടുത്ത സമയത്ത് ആ ഒരു കുപ്പിയിലെ വെള്ളം മുഴുവനും കൂട്ടിൽ ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാനത് തുണിയൊക്കെ ഇട്ട് തുടച്ചു ക്ലീനാക്കി എടുത്തു. വീണ്ടും ബോട്ടിൽ വെള്ളം വെച്ച് കൊടുത്ത സമയത്ത് അതും മറിഞ്ഞു പോയി. അങ്ങനെ ഒരുപാട് പ്രാവശ്യം സംഭവിച്ചു. പിന്നെ ഞാൻ അടപ്പ് ഒഴിവാക്കി, അതിൽ കൊടുക്കാറില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതിൽ കൊടുക്കുന്നതിനൊക്കെ ഒരു ട്രിക്ക് ഉണ്ട്. അത് നമ്മൾ അതുപോലെ ഫോളോ ചെയ്താൽ ഒരു പ്രശ്നമില്ല എന്നുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോട്ടിലിന് ഓട്ട ഉണ്ടാവാൻ പാടില്ല, അതായത് ഹോൾ ഉണ്ടാവാൻ പാടില്ല. നല്ല ബോട്ടിലായിരിക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഈ ഒരു ബോട്ടിൽ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് ഒഴിഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതുപോലുള്ള ബോട്ടിലുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എടുത്ത് വെക്കട്ടോ. തീർച്ചയായിട്ടും കോഴീനെ വളർത്തുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പം ഞാനിതാ ഇവിടെ 3 ബോട്ടിൽ വെള്ളം നിറയ്ക്കുന്നുണ്ട്. ഒരു 2 ലിറ്ററിൻ്റെ ബോട്ടിലും വെള്ളം നിറയ്ക്കുന്നുണ്ട്. അതുപോലെ ഓരോ ലിറ്ററിൻ്റെ ബോട്ടിലും ഞാൻ വെള്ളം നിറയ്ക്കുന്നുണ്ട്. 2 ലിറ്ററിൻ്റെ ബോട്ടിൽ ഞാൻ കൂട്ടിൽ വെച്ച് കൊടുക്കാറില്ല. അത് എങ്ങനെയായിട്ടും കൂട്ടിൽ നിൽക്കുന്നില്ല കേട്ടോ. കൂട്ടിൽ വെള്ളമാവും. അതുകൊണ്ട് അത് നമുക്ക് പുറത്ത്, അതായത് തുറന്നു വിട്ട കോഴികൾക്ക് അതിൽ വെള്ളം കൊടുക്കാം. പിന്നെ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ, അതിലാണ് ഞാൻ കോഴികൾക്ക് വെള്ളം കൊടുക്കാറ്. അത് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഇനി 3 ബോട്ടിൽ ഒരുമിച്ച് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. 2 ബോട്ടിൽ ഒരുമിച്ച് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ പൊതുവെ കൂട്ടിൽ വെച്ച് കൊടുക്കുന്ന ബോട്ടിൽ വീതി കുറഞ്ഞ ആ ഒരു അടപ്പാണ് യൂസ് ചെയ്യാറ്. പിന്നെ പുറമേയുള്ള കോഴികൾക്കൊക്കെ ആണെങ്കിൽ വീതി കൂടിയ ആ ഒരു അടപ്പാണ് അവർക്ക് ഇട്ട് കൊടുക്കാറ്. അതാകുമ്പം ഒട്ടും വെള്ളം പുറത്തേക്കേ വരില്ല. അപ്പോൾ നമുക്കിത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ അവർക്ക് കൊടുക്കാം കേട്ടോ ഈ ഒരു വെള്ളം. അപ്പം അതിൻ്റെ മുന്നേ അവരുടെ ബൾബും കാര്യങ്ങളൊക്കെ ഫീസായിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു 60 വാൾട്ടിൻ്റെ ബൾബൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി ബൾബൊന്ന് മാറ്റിയിട്ട് കൊടുക്കണം. ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഏതാണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇത് നമ്മുടെ സൊണാലി കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇവർക്ക് ഒട്ടും ഇണക്കമല്ല കേട്ടോ. നമ്മളുമായിട്ട് ഒരു ഇണക്കവും ഇല്ല. സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഒരു മൂലയിൽ പോയി അങ്ങ് നിൽക്കും. അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സൊനാലി കോഴികളെ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ ഈ കോഴികൾ ഇങ്ങനെ തന്നെയാണെന്നുള്ളത്. ഇവർക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ ബോട്ടിൽ അതുപോലെ തീറ്റപാത്രമൊക്കെ വെക്കുന്ന സമയത്ത് അതൊക്കെ വെച്ച് നമ്മൾ പുറത്തേക്ക് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവരതിൻ്റെ അടുത്തേക്കൊക്കെ വരുള്ളൂ. അത്രയ്ക്കും പേടിയാണ് ഇവർക്ക്. ഒട്ടും ഇണക്കമല്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഈ ഒരു കോഴികൾ അങ്ങനെയാണോ എന്നറിയില്ല. ഇതിൻ്റെ മുന്നേ വിരിയിപ്പിച്ച കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വെള്ള ബോട്ടിലൊക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി കളിക്കുകയായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ സൈഡിൽ പോയി നിൽക്കുന്നത്. അപ്പോൾ ബൾബും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് ഇന്ന് വെള്ളം കൊടുക്കുന്നത്. അപ്പം ഇവർക്ക് വെള്ളം കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും വെള്ളം കൊടുക്കുമ്പോൾ നേരിട്ട് കൂട്ടിൽ വെക്കാതെ കുറച്ചൊരു ഉയരത്തിൽ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു മാർബിളിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ
സ്ഥിരമായിട്ട് ഈ ഒരു കൂട്ടിൽ വെക്കുന്ന പീസാണ്. ഇങ്ങനത്തെ പീസുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വെക്കുക. അതല്ലെങ്കിൽ ഇനി പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്വയറിലുള്ള എന്തെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അത് വെക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. അപ്പോൾ ഈ ബോട്ടിലാണ് ഞാൻ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു മാർബിളിൻ്റെ പീസ് വെച്ചിട്ട് ജസ്റ്റ് ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി. ഏകദേശം അത്രയും ഹൈറ്റ്, നിങ്ങൾക്കിപ്പോൾ സെൻറ്ററിലാണ് കയറിട്ട് കെട്ടുന്നതെങ്കിൽ ആ ഒരു സെൻറ്റർ അടയാളപ്പെടുത്തുക. അതല്ല കുറച്ച് മുകളിലാണെങ്കിൽ അങ്ങനെ. ഇനി കുറച്ചും കൂടി ഹൈറ്റ് വരും കേട്ടോ, കാരണം ആ ഒരു അടപ്പും കൂടി വരുമ്പം ഒരു കുറച്ചും കൂടി ഒരു ഹൈറ്റ് വരും. എന്നിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ബാക്ക് വശത്ത് കൂടെ നിങ്ങൾ കണ്ടില്ലേ ഞാനൊരു കയറിട്ട് വെച്ചത്, അതായത് ഒരുപാട് പിന്നെ വീതി കൂടിയിട്ട് കയറിടരുത് കേട്ടോ. അങ്ങനെ രണ്ട് കണ്ണി, ഒരു കണ്ണി ഉള്ളിൽ വിട്ടിട്ട് ബാക്കി രണ്ട് കണ്ണി കൂടിയും ഇതുപോലെ ഒരു കയറിട്ടിട്ട് അവിടെ വെക്കുക. പിന്നെ ബോട്ടിൽ എടുക്കുന്ന സമയത്ത് ആ ഒരു കയർ ഇതുപോലെ ചുരുട്ടിയിട്ട് ആ ഒരു നെറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരികെ വെച്ചാൽ മതിട്ടോ. അങ്ങനെ ആവുന്ന സമയത്ത് കോഴിക്കുഞ്ഞുങ്ങൾ കൊത്തില്ല. ഇനിയിപ്പം ഈ ഒരു കയറില്ലെങ്കിലും ഇനിയിപ്പോൾ ചെറിയ കമ്പി കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഈ വാർപ്പിൻ്റെ പണിക്കൊക്കെ കിട്ടുമല്ലോ കമ്പി, അങ്ങനെ. അപ്പോൾ ആ ബോട്ടിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. പല ആളുകളും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ബോട്ടിൽ ഇങ്ങനെ വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ചിട്ട് നേരെ കൂട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതിപ്പം ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് കൂട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് പിന്നെ കൂട്ടുന്ന് ചെരിക്കും. അങ്ങനെ ചെരിക്കുന്ന സമയത്താണ് ആ ഒരു വെള്ളം മുഴുവനും കൂട്ടിൽ സ്പ്രെഡ് ആവുക. ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഇതുപോലെ ബോട്ടിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ കൂട്ടിൽ വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ അതൊന്ന് കമിഴ്ത്തി പിടിക്കുക. കമിഴ്ത്തി പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുക. വെള്ളം സ്പ്രെഡ് ആവുന്നുണ്ടോ, പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. കണ്ടോ, വെള്ളം ഒട്ടും പുറത്തേക്ക് പോകുന്നില്ല. ഇതുപോലെ കമിഴ്ത്തി പിടിച്ച് നിങ്ങളങ്ങനെ പിടിച്ച് വെച്ചതിന് ശേഷം മെല്ലെ വേണം കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ. അതായത് കൂട്ടിൽ വെച്ചിട്ട് ഇതുപോലെ കമിഴ്ത്തി പിടിക്കരുത് കേട്ടോ. ഒരു പക്ഷേ ഇതുപോലെ വെള്ളം കിട്ടണമെന്നില്ല. അപ്പോൾ കൂട്ടിലേക്ക് വെക്കുന്നതിൻ്റെ മുന്നേ ഇതുപോലെ കമിഴ്ത്തി പിടിച്ചിട്ട് വെള്ളമൊക്കെ നേരെയാണോ നോക്കിയിട്ട് ഇതുപോലെ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കുക. എപ്പോഴും നിങ്ങൾ ഇതുപോലെ ബോട്ടിൽ വെക്കുന്ന സമയത്ത് അടിയിൽ കുറച്ച് ഉയരമുള്ളതുപോലെ മാർബിളിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ടൈൽസിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരക്കഷ്ണമോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. അതാകുമ്പം അവർ പെട്ടെന്ന് തട്ടിക്കളയില്ല കേട്ടോ. അവർക്ക് കുറച്ചൊരു ഹൈറ്റിൽ വെച്ച് കൊടുക്കുക. പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾ വലുതാവുന്നതിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി അടിയിൽ വെക്കുന്ന ഒരു കഷ്ണത്തിന് ഹൈറ്റ് കൂട്ടി കൊടുക്കാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോട്ടിൽ എപ്പോഴും നമ്മൾ കെട്ടുന്ന സമയത്ത് ഒരുപാട് ടൈറ്റ് ചെയ്യരുത് കേട്ടോ. ഒരുപാട് ടൈറ്റാക്കി കെട്ടുന്ന സമയത്ത് ആ ഒരു വെള്ളം ആ ഒരു കുപ്പി ഇങ്ങനെ അമരുന്നതിനനുസരിച്ച് വെള്ളം പുറത്തേക്ക് ചാടും. അപ്പം ആ ഒരു ബോട്ടിൽ അവിടെ നിൽക്കണം. അത്രയും ഒരു ടൈറ്റിലേ കെട്ടാൻ പാടുള്ളൂ. ഇതുപോലെ കെട്ടിക്കൊടുക്കുക. കണ്ടോ, ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി ആ ഒരു കുപ്പി ഇങ്ങനെ സൈഡിലേക്കൊന്നും വീഴില്ല. ഇതുപോലെ എപ്പോഴും കെട്ടിക്കൊടുക്കണം. ചില ആളുകൾ നെറ്റിൻ്റെ ഒരു കമ്പി കഷ്ണം പുറമേന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പുറമേ കൂടിയും ബോട്ടിൽ വെച്ച് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. ഇങ്ങനെയാണ് എപ്പോഴും കൊടുക്കാറ്. ഇനി ഇതിവിടെ ഒരു ബോട്ടിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണ്, രാവിലെ പോയിട്ട് രാത്രിയാണ് വരിക, അല്ലെങ്കിൽ ഇന്ന് പോയിട്ട് നാളെയാണ് വരികയെങ്കിലും ഒരു പ്രശ്നമില്ല. ഇതുപോലെ ഒരു 3 ബോട്ടിൽ അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. അതിൽ വെള്ളം നിറച്ചിട്ട് തീറ്റപാത്രത്തിൽ തീറ്റ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് 2 ദിവസമൊക്കെ എവിടെ വേണമെങ്കിലും പോയി വരാം കേട്ടോ. വെള്ളം തീരെയല്ല, അവർക്ക് ഇഷ്ടം പോലെ കുടിക്കാനും കിട്ടും. അതുപോലെ കൂട് പെട്ടെന്ന് അഴുക്കാവുകയല്ല. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കോഴികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ബോട്ടിൽ വെള്ളമാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ചെറിയ കോഴികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് മഞ്ഞൾ വെള്ളം കൊടുക്കണം, അതുപോലെ ഗ്ലൂക്കോസിൻ്റെ വെള്ളം, എന്തെങ്കിലുമൊക്കെ മെഡിസിനൊക്കെ ഇട്ടിട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിൽ കൊടുക്കുക. ഇനി ഇത്രയും വേണ്ട, മെഡിസിനൊക്കെ ഇട്ടിട്ട് ഇത്രയും വെള്ളം വേണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ എത്രയാണോ ആവശ്യം വേണ്ടത് വെള്ളം അത്രയും മാത്രം കൊടുക്കുക കേട്ടോ. അപ്പോൾ ബോട്ടിൽ ഫുള്ളാക്കി വെച്ചാലേ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ കുത്തനെ വെച്ചാൽ വെള്ളം ഫുള്ളായിട്ട് നിൽക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ അളവിന് നിങ്ങൾക്ക് വെള്ളം കൊടുക്കാം. പിന്നെ ചെറിയ ബോട്ടിലുണ്ടല്ലോ ഇതിൻ്റെ ചെറുത് 500, 750, അതിലൊക്കെ ഈ ഒരു അടപ്പ് കുടുങ്ങൂട്ടോ. അങ്ങനെയും വെള്ളം കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കോഴികൾക്ക് വെള്ളം കൊടുക്കാൻ ഒരുപാട് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ തീറ്റപാത്രമല്ലേ, അതേ സെയിം വെള്ളപാത്രമുണ്ട്. അങ്ങനത്തെ വെള്ളപാത്രത്തിൽ കൊടുക്കുന്ന സമയത്തും ഇവർ പെട്ടെന്ന് കൂടൊക്കെ നനച്ച് കളയും. ഞാനൊരു വട്ടം പരീക്ഷിച്ച് നോക്കിയിട്ട് ഒഴിവാക്കിയതാണ്. എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമാക്കാൻ എന്ത് ചെയ്യാമെന്നറിയോ, ഇങ്ങനത്തെ ബോട്ടിലുകൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എടുത്ത് വെക്കുക. എന്നിട്ട് കൂട്ടിൻ്റെ മുകളിൽ അതിൻ്റെ അടപ്പ് കളയരുത്. ഈ ഒരു ബോട്ടിൽ എപ്പോഴും വെള്ളം അവിടെ നിറച്ച് വെക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു വെള്ളം തീർന്നാൽ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഈ അടപ്പ് ഊരിയിട്ട് ആ ഒരു ബോട്ടിലിന് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ബോട്ടിൽ ഇങ്ങോട്ട് വെക്കാം. അല്ലാതെ നിങ്ങൾ വെള്ളം നിറയ്ക്കാനായിട്ട് പോകണമെന്നില്ല. പിന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ക്ലീൻ ചെയ്യുക കേട്ടോ. ബോട്ടിൽ എടുത്തിട്ട് അങ്ങനെ വെള്ളം നിറയ്ക്കാതെ നിങ്ങൾ ക്ലീൻ ചെയ്യുക. ബോട്ടിലും അതുപോലെ അടപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങൾ അടുത്ത വെള്ളം നിറയ്ക്കാനായിട്ട്. എങ്ങനെയായാലും ആ ഒരു ബോട്ടിലിൻ്റെ എന്താ പറയുക, അടപ്പിൻ്റെ അകത്ത്
എന്തെങ്കിലുമൊക്കെ അഴുക്കുകൾ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ടത് ക്ലീൻ ചെയ്യണം. ഇനി നമുക്ക് അടുത്തത് വലിയ കോഴികൾക്ക് വെള്ളം കൊടുക്കാം കേട്ടോ. ഞാൻ അവരെ തുറന്ന് വിട്ടതാണ്. അവർക്ക് ഞാൻ വീതി കൂടിയ ഈ ഒരു അടപ്പ് വെച്ചിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. ഇതിപ്പോൾ പുറമെ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ കെട്ടി കൊടുക്കുന്നൊന്നുമില്ല. എവിടെയെങ്കിലും അത് നിൽക്കുന്നൊരു സ്ഥലത്ത് ഇതുപോലെ കുത്തനെ വെച്ച് കൊടുക്കും. കണ്ടോ, ഇതുപോലെ കുത്തനെ നമ്മളെപ്പോഴും വെക്കുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ കുത്തനെ പിടിച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് അത് വെക്കേണ്ടത്. അല്ലാതെ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് ചെരിക്കരുത്. മെല്ലെ അങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ നേരെ പിടിക്കുക. അങ്ങനെ പിടിക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം പോവില്ല. നമ്മളിങ്ങനെ പെട്ടെന്നൊക്കെ ചെരിക്കുന്ന സമയത്താണ് വെള്ളം മറിഞ്ഞു പോവുക. കൂട്ടിലൊക്കെ വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇവിടെ നിന്ന് വെക്കുമ്പോൾ കുറച്ച് വെള്ളം മറിഞ്ഞെന്ന് വിചാരിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കണ്ടില്ലേ, ഒരു തുള്ളി വെള്ളം പോലും നമ്മളത് ചെരിച്ചിട്ട് പോയിട്ടില്ല അല്ലേ പുറത്ത്. ഇനി കോഴികളിതാ ഇതുപോലെ വന്ന് കുടിച്ചോളൂ കേട്ടോ. നിങ്ങൾ പുറമെയൊക്കെ വെക്കുന്ന സമയത്ത് മതിലിൻ്റെ ഗ്യാപ്പിലോ അല്ലെങ്കിൽ ഇങ്ങനെ 2 കല്ല് സൈഡിൽ വെച്ചിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ വെച്ചെടുക്കാവുന്നതാണേ. അപ്പോൾ ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ കോഴികൾ വെള്ളം തട്ടി മറിക്കില്ല. അതുപോലെ അവർക്ക് ശുദ്ധമായ വെള്ളം കുടിക്കുകയും ചെയ്യാം. 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ അതുപോലെ 1 ലിറ്റർ 1.5 ലിറ്റർ വരെ നമുക്ക് ഈ ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് വെള്ളം കൊടുക്കാം കേട്ടോ. പക്ഷേ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ നമുക്ക് വെള്ളം കൊടുക്കാം, അത് പുറമെ വെച്ച് കൊടുക്കാം. പക്ഷേ കൂട്ടിൻ്റെ അകത്ത് 2 ലിറ്ററിൻ്റെ ബോട്ടിൽ എങ്ങനെയായാലും വെള്ളം കൊടുക്കാൻ പറ്റില്ല. ആ ഒരു ബോട്ടിൽ ഇങ്ങനെ കമിഴ്ത്തി വെക്കുമ്പോൾ തന്നെ ആ ഒരു ബോട്ടിലിൻ്റെ ഷേപ്പ് മാറും കേട്ടോ. ഇത് കണ്ടോ, ഇത് 2 ലിറ്ററിൻ്റെ വെള്ളക്കുപ്പിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വെള്ളം വെക്കുന്നത്. കണ്ടോ, ആ ഒരു വെച്ച സമയത്ത് തന്നെ ആ ഒരു കുപ്പി ഉള്ളിലേക്ക് അമർന്നു പോയി. എന്നിട്ട് ആ ഒരു വെള്ളം മൊത്തം പുറത്തേക്ക് പോയത് കണ്ടോ. ഇതാണ് അവസ്ഥ. അപ്പം ഈ ഒരു ബോട്ടിൽ നിങ്ങൾ കൂട്ടിൽ വെച്ച് കൊടുക്കാതിരിക്കുക. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. 2 ലിറ്ററിന്റെ വെള്ളക്കുപ്പിയിൽ നമുക്ക് കോഴിക്കൂട്ടിൽ വെള്ളം വെച്ച് കൊടുക്കാൻ പറ്റില്ല. കണ്ടോ, ഇതുപോലെ വെള്ളം മൊത്തത്തിൽ ഒഴിഞ്ഞു പോകും. ഇനി 1 ലിറ്ററിന്റെ വെള്ളക്കുപ്പിയും നിങ്ങൾക്ക് ഇതേ അവസ്ഥയാണെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു കുപ്പിക്ക് ഓട്ടയോ കാര്യങ്ങളോ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു വെള്ളം ഒഴിഞ്ഞു പോകുന്നത്. അപ്പം എപ്പോഴും ബോട്ടിൽ എടുക്കുന്ന സമയത്ത് ഓട്ടയില്ലാത്ത ബോട്ടിൽ വേണം വെള്ളം കൊടുക്കാനായിട്ട്. അപ്പം ഇതുവരെ ഈ ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് ബോട്ടിലിൽ വെള്ളം കൊടുക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൽ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് കോഴികൾക്ക് അസുഖങ്ങൾ കുറയും. ഇത് കണ്ടില്ല, വലിയ കോഴികൾ, ഇവർക്ക് ഞാൻ 2 ബോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കൂട്ടിലൊക്കെ വെള്ളം വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഉയരത്തിൽ വെച്ച് കൊടുക്കുക. നിലത്ത് വെച്ച് കൊടുക്കുന്ന സമയത്താണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൻ്റെ പാത്രമൊക്കെ തട്ടിയിട്ട് കൂട് മുഴുവനും വെള്ളമാവുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു കട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഓളോബിക്സിൻ്റെ കട്ട വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് 2 ബോട്ടിൽ വെച്ചത്. പിന്നെ അതാ സെയിം അതുപോലെ തന്നെ ഒരു കയറിട്ടിട്ട് കെട്ടിക്കൊടുത്തു. ഇതുപോലെ വെള്ളം വെച്ച് കൊടുത്താൽ ആ ഒരു വെള്ളം ഒട്ടും ചിന്തി കളയില്ല കേട്ടോ. അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബോട്ടിലിൻ്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. കഴിയുന്നതും വലിയ ബോട്ടിലിൽ വെള്ളം കൊടുക്കാതിരിക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ തൂവി പോവും. കഴിയുന്നതും ചെറിയ ബോട്ടിലിൽ വെള്ളം കൊടുക്കുക. 2-3 ബോട്ടിൽ അടുപ്പിച്ച് കെട്ടി കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. വലിയ ബോട്ടിൽ നിങ്ങൾക്ക് വെള്ളം കൊടുക്കാം. തുറന്നു വിടുന്ന കോഴികളാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോട്ടിൽ എടുത്തത്. ഞാൻ പൊതുവേ ആ ഒരു വലിയ ബോട്ടിൽ കൊടുക്കാറില്ല. ഇതുപോലത്തെ പുറമെ കൊടുക്കുകയാണെങ്കിലും ഇതുപോലത്തെ ചെറിയ ബോട്ടിലാണ് കൊടുക്കാറ്. പിന്നെ ഈ ഒരു ബോട്ടിൽ കൊടുത്തു തുടങ്ങിയതിന് ശേഷം ഉള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കോഴികൾക്ക് അസുഖങ്ങൾ ഒരുപാട് കുറഞ്ഞു. അങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ല കേട്ടോ. ഒരുപാട് ആൾ കമൻറ്റിൽ ഇങ്ങനെ ഓരോന്ന് ചോദിക്കാറുണ്ട്, ചേച്ചി കഫക്കെട്ടിന് എന്താണ് കൊടുക്കാറ്, അല്ലെങ്കിൽ കാലുവീക്കത്തിന് എന്താണ് കൊടുക്കാറ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരാറില്ല. കാരണം അവർക്ക് ഇങ്ങനെ ബോട്ടിൽ ഞാൻ കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താലും ആ ഒരു വെള്ളം അവർ കുടിക്കുമല്ലോ, അവർ ചിന്തി കളയുന്നില്ലല്ലോ. അതുകൊണ്ട് ആ കറക്റ്റ് മഞ്ഞൾപ്പൊടി അവരുടെ ഉള്ളിലെത്തുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുപോലെ എന്തെങ്കിലും മെഡിസിനൊക്കെ കൊടുക്കുകയാണെങ്കിലും ഞാൻ ഈ ഒരു ബോട്ടിലാണ് കൊടുക്കുക. അപ്പം ഈ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞാൽ രാവിലെ വെച്ച് കൊടുത്താൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരിത് തീർക്കും. ഉച്ചയ്ക്ക് വീണ്ടും ബോട്ടിൽ കഴുകിയിട്ട് പുതിയ വെള്ളം നിറച്ച് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞു, ഈ ഒരു അടപ്പ് നിങ്ങൾ കോഴിക്കോടുള്ള ആളുകളാണെങ്കിൽ മിഠായി തെരുവിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കുക. പറയാൻ കാരണം അവിടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 10 രൂപയാണ് കേട്ടോ. പക്ഷേ വേറെ ഷോപ്പിലൊക്കെ വാങ്ങുന്ന സമയത്ത് 25 to 30 വേണം. ഓൺലൈനിലൊക്കെ വാങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 30 രൂപയാണെന്ന് തോന്നുന്നു റേറ്റ് വരുന്നത്. പിന്നെ അതായത് ഗ്രോവി പ്ലസിൻ്റെ ഒരു ബോട്ടിൽ കണ്ടില്ലേ, ഈ ഒരു ബോട്ടിലിനും ഈ ഒരു അടപ്പ് പാകമാണ് കേട്ടോ. ഇതിപ്പോൾ കാലിയായതാണ്, പുതിയൊരു ഗ്രോവി പ്ലസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ബോട്ടിലിനും ഞാനിതാ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളം തീർന്നാൽ അറിയൂല. അതാണ് കഴിയുന്നതും നിങ്ങൾ വെള്ളം കാണുന്ന ബോട്ടിൽ വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ വെള്ളം തീർന്നാലും നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഈ ഒരു ബോട്ടിൽ വെള്ളം തീർന്നാൽ അറിയൂല കേട്ടോ. അത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ ഒരു ബോട്ടിൽ അവർക്ക് വെള്ളം കൊടുക്കാറില്ല. അപ്പോൾ വെള്ള കളർ അതുപോലെ പച്ച കളറൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ബോട്ടിൽ വെച്ച് കൊടുത്താലും വെള്ളത്തിൻ്റെ അളവ് തീർന്നാലും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വെള്ളത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പറ്റും.
ആദ്യമൊക്കെ ഞാൻ കോഴികൾക്ക് ഇതുപോലെ വലിയ പാത്രങ്ങളിലായിരുന്നേ വെള്ളം കൊടുക്കാറ്. വെള്ളം കൊടുത്ത് തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞ് പോയി നോക്കിയാൽ അവർ ഈ വെള്ളം എല്ലാം തട്ടിമറിച്ച് കൂട് മൊത്തത്തിൽ ചളിപിളിയായിട്ടുണ്ടാവും. പിന്നെ ഞാൻ വീണ്ടും അതെല്ലാം ക്ലീൻ ചെയ്ത് വീണ്ടും ഇവർക്ക് വെള്ളം കൊടുക്കും. വീണ്ടും ഇതന്നെ അവസ്ഥ. അങ്ങനെ കുറേ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ ഭയങ്കര മടുപ്പായിരുന്നു. കാരണം കൂടിങ്ങനെ ക്ലീൻ ചെയ്യുക, ഈ നനവ് വന്നാൽ ആ ഒരു ടൈമിൽ പെട്ടെന്ന് സ്മെല്ല് വരും, വേഗം ഈച്ചയും വരും. പിന്നെ ഈ ഒരു അടപ്പിൽ ഞാൻ വെള്ളം കൊടുത്തതിന് ശേഷം അങ്ങനത്തെ ഒരു പ്രശ്നമേ എനിക്ക് വന്നിട്ടില്ല കേട്ടോ. കാരണം കൂടിന് യാതൊരു പ്രശ്നവുമില്ല. കൂട്ടിൽ വെള്ളം ആവുന്ന സമയത്താണല്ലോ കൂട് അഴുക്കാവുക. അപ്പം എപ്പോഴും ഞാൻ കൂട്ടിൽ വെക്കുക. എപ്പോഴും ഇതാ ഈ വീതി കൂടിയത് ഞാൻ കൂട്ടിൽ വെക്കാറില്ല കേട്ടോ. വീതി കുറഞ്ഞതാണ് ഞാൻ എപ്പോഴും കൂട്ടിൽ വെക്കാറ്. അപ്പം വീതി കൂടിയത് ഞാൻ പുറമെയൊക്കെ വെക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഓക്കെ, ബൈ.